ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് MSC യൂറോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നാൽ നമുക്ക് 1 day പാസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. സോ എല്ലാവരും വീഡിയോയിൽ മൊത്തം കൂടെ നിൽക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങളും ഞാൻ കാണുന്ന കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ MSC യൂറോപ്പ് എന്ന ഈ ഒരു ഷിപ്പ്, ഈ ക്രൂസ് ഷിപ്പ് ശരിക്കും വന്നത് നമ്മുടെ വേൾഡ് കപ്പിനോടനുബന്ധിച്ചാണ്. ആ കാണുന്ന സ്റ്റേഡിയം 974 ആണ്. ഞാനിത് കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. സോ ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ ഭാഗത്തിൽ വന്നൊരു ഷിപ്പാണിത്. സോ ഈ കാണുന്നതാണ് ബോക്സ് പാർക്ക്. ഇത് ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാർക്കാണ്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചില്ല് ചെയ്യാം. അവിടെ കുറേ വാട്ടർ സ്പോർട്സ് ഉണ്ട്, അതേപോലെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഒരു അമേരിക്കൻ ഒരു ഗ്രാഫിറ്റി രീതിയിലൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചത്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് കുറേ കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു, ഷിപ്സ് വന്നിട്ടുണ്ടായിരുന്നു, ക്രൂസ് ഷിപ്പ്. അതിൽ ഒരു ഷിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മുടെ ഷിപ്പ് അതല്ല, നമ്മുടെ MSC യൂറോപ്പ എന്ന് പറഞ്ഞ ഷിപ്പാണ്. ഇതൊക്കെ ഈ വേൾഡ് കപ്പിനോടനുബന്ധിച്ചും അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ കാണുന്ന കോർണിഷാണ് നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ്, നമുക്ക് കാണാവുന്ന ഒരു ഏരിയ ആണ്. ആ കാണുന്നതാണ് നമ്മൾ പോകേണ്ട ഷിപ്പ്. അവിടെ 2 ഷിപ്പ് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ടതാണ് വേറൊരു ഷിപ്പ്. അങ്ങനെ 3 ഷിപ്പാണുള്ളത്. സോ ഈ ഒരു വിഷ്വല് എന്താ പറയുക, നല്ലൊരു കിടിലൻ ഒരു വിഷ്വലാണ്. ശരിക്കും നമ്മുടെ മൈൻഡിനൊരു സൂത്ത് ചെയ്യുന്ന ടൈപ്പ് ഒരു നല്ല ആംബിയൻസ് ഉള്ളൊരു വിഷ്വലാണ് ശരിക്കും. സോ നമ്മൾ ഇത് 1 time പാസ് എടുത്താണ് MSC. ഇവിടെ നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റ് കാര്യങ്ങളുമാണ്. കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ നമ്മുടെ ഫാമിലി 2-3 ഫാമിലീസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. സോ ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇവിടെ ചെറിയ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാഗേജും അതേപോലെ തന്നെ നമ്മൾ യൂഷ്വലി എയർപോർട്ടിലുള്ള പോലെ ചെക്കിങ് ഏരിയയിലാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യും. ആദ്യത്തെ ബാഗിൽ ചെക്കിങ് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു പരിപാടികളുണ്ട്. ഹായ്, അതാ തോന്നുന്നു കയറുന്ന സ്ഥലം. നമ്മൾ MSC ഷിപ്പിലെത്തിയിരിക്കുന്നു. വന്നിരിക്കുന്നത് MSC ഷിപ്പിൻ്റെ അവിടെയാണ്. ഇവിടെ വേറൊരു ഷിപ്പ് കാണാം, MSC വേൾഡ്. നമുക്കിവിടെ നിൽക്കുമ്പോഴാണ് ഇവരുടെ ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫൈനലി നമ്മുടെ കാർഡ് ഒക്കെ കാണിക്കുന്ന ഏരിയ ആണ്. ഇവിടെ ശരിക്കും വീഡിയോ അലൗഡ് അല്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവർ വീഡിയോ ഓഫാക്കാൻ പറഞ്ഞിരുന്നു. Many staffs all water clean up സോ ഞങ്ങൾ ഷിപ്പിൻ്റെ ഡെക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. ശരിക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇത് ഫസ്റ്റായിട്ട് ഉള്ള ഒരു അനുഭവമാണ്. ആ കാണുന്നതാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്. അവിടെ അടുത്താണ് അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. സോ ഇവിടെയുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ശരിക്കും നല്ല കിടിലൊരു ആംബിയൻസ് ആണ്. ഇത് ശരിക്കും ഈ ഷിപ്പിന് കുറേ ഡെക്ക് ഉണ്ട്. അതിൽ ഒരു ഡെക്കാണ് ഇത്. ഇവിടെ നമ്മുടെ പൂള്, ജക്കൂസ്, അതേപോലെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഈ കാണുന്നത് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ മാച്ചസൊക്കെ കാണാനുള്ള സ്റ്റേജാണ്. അതേപോലെ ഒരു പൂളുണ്ട്. ഇത് ഒരു ഏരിയ ആണ്, ഒരു ഡെക്കാണിത്.
പിന്നെ ഇവിടെ കുറേ പേര് സൺബാത്ത്, ജക്കൂസ. അതേപോലെ ആ കാണുന്നതാണ് നമ്മുടെ കടൽ. ആ കാണുന്നത് നമ്മുടെ കോട്ടശ്ശേരിയ. ഇവിടെ ബാക്കിൽ കുറേ പേര് എന്താ പറയുക, ഈ പറഞ്ഞ പോലത്തെ രീതിയിലുള്ള നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്, അതേപോലെ ബാർസ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം നിങ്ങളിൽ കാണിച്ചു തരാം. ഒരു അടുത്ത വേറൊരു റെസ്റ്റോറൻറ്റ്സ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ ഒരു ഏരിയയാണ്, ഫുള്ള് വന്ന് കളിക്കാം. ശരിക്കും ഇത് ഷിപ്പാണോ എന്ന് തന്നെ സത്യം പറഞ്ഞാൽ ഡൗട്ടാണ്. അങ്ങനെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കളി കാണാം. നമ്മൾ ഇന്നലെ പോയ കളി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമാണ്. സോ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ചെറിയൊരു കട്ടേരിയ ഉണ്ട്, ചെറിയ സ്പോർട്സ് ഉണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ബാസ്കറ്റ് ബോൾ കോർട്ട് കാണാം. അതൊക്കെ ഒരു ഷിപ്പിലാണെന്ന് ഓർക്കണം. അവിടെ പാർക്ക് റൈഡ്സ് ഉണ്ട്. നിങ്ങളിത് ആലോചിക്കണം, ഇതൊരു ഷിപ്പാണ്. ഷിപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഫെസിലിറ്റീസ് ഇത് നമ്മളൊരു പകുതി പോയിട്ട് ഒരു ഫസ്റ്റ് ഭാഗം പോലും ആയിട്ടില്ല. ഇതേപോലെ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. ഏകദേശം 10, 30, 40 ഫ്ലോർസ് ഉണ്ട്. ഇവിടെ വേറൊരു റൈഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എക്സ്പീരിയൻസ് അടിപൊളിയായോ? ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മൾ പിള്ളേഴ്സ്, ഞാനടക്കം എക്സ്പീരിയൻസ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു? സോ എല്ലാവർക്കും ഒരു ഡെയർ ഉണ്ട്, എല്ലാവരും ചെയ്യണം. ഓക്കെ, പല ഡെയർ പറയും, ഓരോ സമയത്തായിരിക്കും ഡെയർ പറയാം. സോ ഓരോരുത്തരും ചെയ്യണം. ഓക്കെ, എല്ലാവരും സിയം ചെയ്യണം, അന്നമോൾ ചെയ്യണം, അന്ന ചെയ്യണം, ഡാഡി ചെയ്യണം, സിയ സേര എല്ലാവരും ചെയ്യണം. ഞാനൊഴിച്ച് പറഞ്ഞാൽ ഞാനാ പറഞ്ഞത്. ഓക്കെ, സോ എല്ലാവരും ഉൾപ്പെടി. ഈ കാണുന്നൊക്കെ ശരിക്കും ഓരോ അക്കോമഡേഷൻസ് ആണ്. നിങ്ങളെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് എത്രയാണ്. ഇതൊരു സൈഡാണ്. ശരിക്കും ഇതേപോലെ ലക്ഷക്കണക്കിന് റൂമുകളുണ്ട്. ലക്ഷക്കണക്കില്ലെങ്കിലും ആയിരക്കണക്കിന് റൂമുകളുണ്ട്. ഇതൊക്കെ റൈഡ്സാണ്. നമ്മളിവിടെ വന്നിട്ട് ഒരു ടാഗ് മേടിച്ചാലേ നമുക്ക് റൈഡിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ ബാൻഡ് ഇട്ടിട്ട് ഈ റൈഡാണ് ചെയ്യുന്നത്. എല്ലാവരും എല്ലാവർക്കും ബാൻഡ് കിട്ടി. ഇനി പോവാതിരിക്കാൻ പറ്റൂല. Come on. Okay, bye bye. 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 Bye.
അയ്യോ അയ്യോ സോ നമ്മൾ കയറിയ റൈഡ് ഇതാണ്. എൻ്റെ പൊന്നടാവേ ഒരു അടിപൊളി റൈഡാണ്, ഒന്നും പറയണ്ട. ചെറുതായിട്ടൊരു എന്താ പറയുക, ഒന്ന് വീഡിയോൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഒന്ന് കാറി, പക്ഷെ നല്ല അടിപൊളി റൈഡാണ്. ഇതാ എല്ലാവരും വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു. ഇതാണ് ഇതാ ശരിക്കും മറ്റെന്താ പറയുക ഷിപ്പിൻ്റെ ഉൾഭാഗം. ഇത് കുറേ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. എന്തായാലും ഇത് ഒരു മസ്റ്റ് ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് എന്താ പറയുക ഷിപ്പ് മെയിൻ ആൾക്കാർ, കുറച്ച് ആൾക്കാരെ തോന്നുന്നു കണ്ടിട്ട് സീരിയസിലേക്ക് പോകുന്നു. നമ്മളിവിടെ കുറേ കൊച്ചു പിള്ളേരെ പരിചയപ്പെടുത്താണ്. ഫസ്റ്റ് പിള്ളേരുടെ പേര് ഈ കൊച്ചിന്റെ പേര് ഈ കൊച്ചിന്റെ പേര് ഈ കൊച്ചിന്റെ പേര് ഈ ചെറിയ കൊച്ചിന്റെ പേര് ഈ കൊച്ചിന്റെ പേര് ഹലോ ഓക്കെ ഹായ് ഹലോ. ഈ കൊച്ചിന്റെ പേര് പൂച്ചയോ ഓക്കെ പൂച്ച. ഈ കൊച്ചിന്റെ പേര് സോ എല്ലാ കൊച്ചിൻ്റെയും കൂടെ ഈ ചെറിയ കൊച്ചു. ഇവർക്ക് ചെറിയൊരു ഡെയർ കൊടുക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, മേക്ക് എ സീൻസ് പോലെ. ഇവർ 8 പേരുണ്ട്. 8 പേർക്ക് ഞാൻ അറിയില്ല, ഇവർ 8 പേര് 8 നമ്പർ കൊടുക്കും. സോ ആ 8 നമ്പറിൽ ഞാൻ ഒരെണ്ണം കാണാതെ വിളിക്കും. അവർ ഞാൻ പറയുന്ന ടാസ്ക് ചെയ്യണം. ഓക്കെ, ചെറിയ ഗെയിമാണ്, ഇവർക്കൊരു ഫണ്ണാക്കാൻ വേണ്ടി. സോ ഞാനപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോഴേക്കും നിങ്ങൾ തീരുമാനിച്ചു 8 നമ്പേഴ്സ് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. ഓക്കെ, സോ നമ്മളാ കയറി വന്ന സ്നേക്കാണ്. അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ കാണുന്ന സ്ഥലത്താണ് വന്നിറങ്ങുന്നത്. ഇതാണ് കപ്പലിൻ്റെ ഏരിയാസ്. ഈ വ്യൂ നോക്ക്. നേരെ നമുക്ക് കോർണിഷ് കാണാം. ഇവിടെ നോക്കിയാൽ ഫുൾ കടൽസ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാണ്. നല്ല പാട്ട്, കടൽ, കാറ്റ്. നമ്മൾ ഇവരോട് നേരത്തെ ഒരു ടാസ്ക് പറഞ്ഞു. സോ നമ്മൾ പിക്ക് ചെയ്യുന്ന നമ്പർ ശരിക്കും അല്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ 2. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഉറക്കം മലയാളം പാട്ട്. അതാണ് സിമ്പിൾ. സോ ഒന്നും പറയണ്ട, ബാക്കി റൈഡും ഞാൻ കാണിച്ച വാട്ടർ റൈഡും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കയറി. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഒടുക്കത്തെ തണുപ്പ് അവിടെ കാറ്റ്. ഞങ്ങൾ ജക്കൂസ കയറി. ജക്കൂസ കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങൾ ഇവിടെ ഒരു കിടത്താണ്. ശരിക്കും ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും രാത്രിയിലെ ലൈറ്റും കാര്യങ്ങളും കിടിലാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളത് ഷൂട്ട് ചെയ്തില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പോകേണ്ട കാര്യങ്ങൾ, പിന്നെ ഡിന്നറുണ്ട്. അതേപോലെ തന്നെ മൊബൈലുമായിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. നല്ല വെള്ളത്തിൻ്റെ ഐറ്റംസാണ്. അങ്ങനെ ഇവിടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഫുൾ എൻജോയ്മെൻ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് തീരുന്നു തോന്നുന്നില്ല. അത്ര അടിപൊളി ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ജക്കൂസിയാണ്, ഒരു ഫാമിലി ജക്കൂസിയാണ്. അവിടെ ഒരു ഫാമിലി ജക്കൂസി ഉണ്ട്. ഇതൊരു പൂളാണ്. ഇത് അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇതൊരു ഇൻഡോർ പൂളാണ്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇവിടെ ഒരു സ്ക്രീനുണ്ട്. നമ്മുടെ ഫിഫ ടൈമിൽ കാണിക്കുന്നത്. അവിടെ ഒരു പൂളുണ്ട്. ഇവിടെയൊക്കെ ജക്കൂസി ഉണ്ട്. ഇതൊരു ഡെക്കാണ്. അതേപോലെ വേറൊരു ഏരിയ ബാക്കോട്ടേക്കും ഉണ്ട്. നമ്മളൊരു ചെറിയ ഏരിയയിലേ വന്നിട്ടുള്ളൂ. സോ ഇതൊക്കെയാണ് ശരിക്കും എന്താ പറയുക കാര്യങ്ങൾ. എനിക്ക് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ലക്ഷറി സെറ്റപ്പുള്ളൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞ പൂളിലും എല്ലാത്തിലും ചാടി ഞങ്ങൾ ഇവിടെ കിടക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് എന്താ പറയുക വേറെ വൈബാണ്. പിന്നെ നിങ്ങൾ വരുമ്പോൾ ടർക്കിയും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അതേപോലെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് മുന്നേ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ സ്ലോട്ടൊക്കെ എന്താ പറയുക സോൾഡ് ഔട്ടാണ്. നിങ്ങൾ നോക്കി നിന്ന് കിട്ടിയാൽ മതി. നോക്കി നിന്നാൽ മതി, ചിലപ്പോൾ കിട്ടും. പിന്നെ ടർക്കീസോ കാര്യങ്ങളൊന്നും നമ്മളിവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി ഇവർ പ്രൊവൈഡ് ചെയ്യും. ശരിക്കും ഒരു ലക്ഷറി സെറ്റപ്പ് തന്നെയാണ്. സെറ്റപ്പ് എന്ന് പറയണ്ട, ലക്ഷറീസ് തന്നെയാണ്. പിന്നെന്താ പറയാനുള്ളത്, എല്ലാം അടിച്ചു പൊളിക്കുക. ലൈഫിൽ കുറച്ച് കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക.
ശരിക്കും ഇതിനോടനുബന്ധിച്ച് ഖത്തറിൽ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഒരിക്കൽ എന്താ പറയുക, യു ഷുഡ് ബി, നമ്മൾ അടിപൊളിയാവണം. സോ MC ഈ ഒരു എന്താ പറയുക, ഈ ഒരു സർവീസും ഈ ഒരു ഇതും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം അടിപൊളിയാവുക. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, ജസ്റ്റ് എൻജോയ് ദ ലൈഫ്, ദാറ്റ്സ് ഓൾ. സോ നമുക്ക് ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം. ഇത് അടിപൊളി ഒരു വ്യൂ ആണ് ശരിക്കും. ഈ പുറം രാജ്യത്തൊക്കെ ഉള്ള പോലെ ഒരു ടെലിഫോണിക് ഇത്. അതേപോലെ ഇവിടെ കുറേ ഐറ്റംസും പ്ലേ ഏരിയാസ് ഇവിടെ ഉണ്ട്. ദൈവം ലൈക്ക് ഇവിടെ ഫുഡ് കോർട്ട് ഇവിടെ ഇത്. നമ്മൾ ശരിക്കും ഫിലിമിലൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടോളൂ. ആ come on. നീ പെട്ടെന്ന് അടിച്ചോ. നമ്മൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു ഗെയിം ആർക്കേഡിലേക്ക് കയറുകയാണ്. ഇതിൽ നല്ല കിടിലം ഐറ്റംസ് കിടപ്പുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. നമുക്ക് അത് ട്രൈ ചെയ്യാം. ഇത് വർക്കാവില്ല. ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ താഴെ ഒരു തിയേറ്റർ ഉണ്ട്. ഇത് ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് ശരിക്കും. ഇവിടെ അടിപൊളി കുറേ ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ പേയ്മെന്റ് ചെയ്യേണ്ട ഗെയിംസ് ആണ്. കുറേ ടൈപ്പ് ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ പേയ്മെന്റ് ചെയ്യണം. ഇവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ശരി? ഞാൻ ശരിയാന്ന് വിചാരിച്ചു. അവിടെ ഒരു വേറെ കൊച്ചിനെ തോണ്ടി ശരി ശരി വിളിച്ചു. സോ നമ്മൾ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയാൽ ശരിക്കും നല്ല അടിപൊളി ഒരു സംഭവമാണ്. ഇവിടെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഫുള്ള് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. സോ നമുക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. നീ കിടക്കുകയാണ്. ഇവിടെ റെയിൽവേസിൻ്റെ വേറൊരു സംഭവമുണ്ട്. ഇതിൽ കയറി നമുക്കൊരു ഫോട്ടോ എടുക്കണം. എങ്ങനെയുണ്ട് നോക്കണം. ശരിക്കും ഇവിടെ അടിപൊളിയാണ്. എക്സ്പ്ലോർ. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സിൻ്റെ മെയിൻ ഏരിയ ആണ്. ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ നല്ല കിടിലൻ. ഇത് ശരിക്കും ഒരു ഷിപ്പിൻ്റെ ഉള്ളിലാണെന്ന് ആരെങ്കിലും പറയുമോ? ശരിക്കും ഒരു ഷോപ്പിംഗ് മോൾ പോലെ. അതുമല്ല, നല്ല കിടിലനായിട്ട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും സ്പൈസസ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസിൻ്റെ ഒക്കെ ഷോപ്സാണ് ഇതൊക്കെ. ശരിക്കും എയർപോർട്ട് പോലെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇനിയും കിടപ്പുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ നമുക്ക് ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത് ശരിക്കും എന്താ പറയുക, ഷിപ്പിൻ്റെ പകുതി പോയിട്ട് ഒരു 100-1 ഭാഗം പോലും ആയിട്ടില്ല. ബാക്കിയുള്ളത് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെയുള്ളൊരു ചോക്ലേറ്റ് ഷോപ്പാണത്. ചോക്ലേറ്റ് ഷോപ്പിലുള്ള ഓരോ വ്യൂസാണത്. ഇതൊക്കെ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. നിങ്ങൾ എത്ര വിശ്വസിക്കുന്ന അറിയില്ല. ഇതും നമ്മുടെ ഫിഫയുടെ മെയിൻ ഇതായ ലൈം, ഈ ലൈമും ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ശരിക്കും നല്ലൊരു കഴിവാണ്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിലിങ് നോക്കി അറിയാം. കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഷിപ്പാന്ന് പറയും. ഞാൻ ഈ സ്റ്റെപ്പ് കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും നല്ല കിടിലൻ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. ഇതേപോലെ ഇഷ്ടംപോലെ ഫ്ലോർ ഉണ്ട്. ഇതൊരു സൈഡ് മാത്രം. ശ്രദ്ധിച്ചറിയാം. അതിൻ്റെ മുകളിലുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ
അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം? അടിപൊളിയല്ലേ? എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഡേത് നമ്പർ 3 ഡാൻസ് ഇൻ ദ പബ്ലിക്. ആ സ്റ്റേഴ്സിൻ്റെ അവിടെ പോയി ഡാൻസ് കളിക്കും. സോ നമുക്ക് ആ ഡെയർ അക്സെപ്റ്റ് ചെയ്യുന്ന കാണാം. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഡെയർ ചെയ്യാൻ പോവാണ്. വേഗം ചെയ്തോ. ഇവിടുന്ന് ഡാൻസ് നോർമല് പോരാട്ടോ. ഡാൻസ്. You know where is this place? ഇതൊരു കസിനോ ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കസിനോയിൽ കയറിയതാണ്. ഈ കാണുന്നതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കസിനോ ആണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കസിനോയിൽ കയറുകയാണ്. നിങ്ങളോ? എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കസിനോയിൽ കയറുകയാണ്. അല്ല, സെക്കൻഡ് ടൈം ഗോവയിൽ കയറിയിട്ട്. സോ അല്ല, കസിനോ കയറിയിട്ട്. സോ ഇതൊക്കെ ശരിക്കും ക്യാഷ് വെച്ച് കളിക്കുന്ന കളികളാണ്. എന്തൊക്കെയാണെന്നറിയില്ല, ഇഷ്ടംപോലെ കളികളുണ്ട് അല്ലേ? ഇതൊക്കെ സോ ഈ കാണുന്നതാണ് ബാർ കൗണ്ടേഴ്സ്. ഇതിലുള്ളത് അടിച്ച് മതോന്മന്തനായി കളിക്കാനുള്ള ഏരിയ. ഇത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ശരിക്കും നമ്മുടെ സിനിമയിൽ കാണുന്ന കസിനോസിലുള്ള ബാർ കൗണ്ടേഴ്സ് കാര്യങ്ങൾ. ഇതാണ് ബാർമാൻ ജഗ്ലേഴ്സ് യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഇതാണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ഇറങ്ങി നമ്മൾ കാണുന്ന ഈ ഹൈനിക്കൻ എന്ന് പറഞ്ഞതൊരു ബിയറിൻ്റെ മറ്റേ മഗ് ഫില്ല് ചെയ്യുന്നതാണ്. പല പല ബ്രാൻഡുണ്ട്. ഇവിടെ ഫുള്ള് കസിനോസാണ്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് പോക്കേഴ്സ് എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ക്യാഷ് വെച്ചുള്ള ഇൻക്ലൂഡ് ചെയ്ത ഗെയിമാണ്. ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഇത് വേറൊരു സാധനമാണ്. മറ്റേത് ചീട്ടിൻ്റെ സെറ്റപ്പാണ്. ഇതാണ് പോക്കേഴ്സ്. ഇതിലെങ്ങനെയാണ് കളി കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ കാണാറില്ലേ ആ സംഭവം? നമ്മൾ ഇതാക്കുമ്പോൾ ഇതിലൂടെ ഒരു ബോൾ വരും, ഒരു സംഭവത്തിൽ വീഴും. ആ സെറ്റപ്പാണിത്. ഇതിൻ്റെ കളി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. അതും ഇതേപോലെ എന്തൊക്കെയാണ് നമ്മുടെ ചൈന ടൗൺ സിനിമയിൽ നമുക്ക് കാണാം. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ചൈന ടൗൺ സിനിമ അതേപോലെ ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കളിക്കാനല്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ വന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ഗായ്സ്, നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഗായ്സ്. നമ്മൾ ഇവിടുന്ന് അടുത്ത വേറെ എവിടെ എന്തോ ബാൻഡിൻ്റെ എന്തോ ഷോസ് നടക്കുന്നുണ്ട്. ഹായ്. ഇതാണ് ശരിക്കും ഇവിടെയുള്ള വേറൊരു ഐറ്റം. നമ്മളടുത്തത് ഫുഡ് കഴിക്കാൻ പോകുന്നത് അല്ലേ? സോ ഇതാണ് നമ്മുടെ ഡിന്നറിന്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. സോ വി ആർ ഗോയിങ് ടു explore the restaurant and food.
എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. ഇവിടെ ബുഫേ സിസ്റ്റമാണ്. സോ പല വെറൈറ്റി ഐറ്റംസ്, പല കോണ്ടിനെൻ്റൽ സീ ഫുഡ്, പല പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫുഡ് മെനു എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല പല ഫുഡ് ഐറ്റംസ്, സാലഡ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രിൽസ്, പാസ്ട്രീസ്, ജ്യൂസസ്, അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസ് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും ബിയർ വെൻഡിങ് മെഷീൻസാണ്. അതേപോലെ സൂപ്പ്, പാസ്ത, അങ്ങനെ അതായത് ഇവിടെ ലോകത്തുള്ള അത്യാവശ്യം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. പോകാൻ പോകുന്നത് നമ്മൾ ദുബായിലൊക്കെ ഉള്ള പോലെ ഒരു ഗ്ലാസിന്റെ ഒരു ബ്രിഡ്ജാണ്. സോ സിയ, അത് റെഡി? യെസ്. കാല് വിറയ്ക്കുന്നത്. പോവോ ദൈവം. നമ്മളിപ്പോ ഗ്ലാസിന്റെ മുകളിൽ കിടക്കും. സോ ഈ കാണുന്നതാണ് ഡൈറ്റിലെ കപ്പലിന്റെ വ്യൂ. കമാൺ. സോ ഇതാണ് നമ്മുടെ വാട്ടർ റൈഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ്. നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ് ആ ഏരിയയിലാണ്. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നേരെ പോയ പൂൾസ് ഉണ്ട്. ശരിക്കും ഇത് ഡെക്കിൻ്റെ ഒരു അറ്റാണ് ശരിക്കും. ഈ കാണുന്ന കോർണർ ഷൈഡാണ്, നൈറ്റിലെ കോർണർ വ്യൂ ആണ് ഈ കാണുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഓരോരുത്തർ പറയണേ. ഫസ്റ്റ് ഡാഡി, അടുത്ത ശരി, അടുത്ത എല്ലാരും അടിപൊളിച്ചു പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് പോവാണ്. നമ്മൾ ബാക്കി കാര്യം എക്സ്പ്ലോർ ചെയ്യണം. സോ നമ്മൾ ബാക്കി കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബൈ. No. Thank you so much. ഇത് അണ്ടർഗ്രൗണ്ടിലേക്കാണോ? അടിയിലോട്ടാ വെള്ളത്തിനടിയില. ഇവിടുന്ന് മറ്റേ സ്ക്രീൻഷോട്ടൊക്കെ വേണം. സോ നമ്മൾ എക്സിറ്റ് ആകുമ്പോഴാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഫുഡിൻ്റെ അധികം നിങ്ങളെ കാണിച്ചിട്ടില്ല, ബട്ട് ഏകദേശം കാണിച്ചു. സോ നമ്മൾ മെല്ലെ എക്സിറ്റ് ചെയ്യാൻ പോവാണ്, പുറത്ത് പോകാൻ പോവാണ്. ഇവിടെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താ നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്.
ഇതാണ് നമ്മുടെ MSC ഷിപ്പ്. സോ എന്താ പറയുക, ഇന്നത്തെ ദിവസം ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പിള്ളേരോട് എല്ലാവരോടും എങ്ങനെയുണ്ട് അഭിപ്രായം ചോദിക്കാം അല്ലേ? ഏ സോ ഇതാണ് എക്സിറ്റ്. സോ വി ആർ ലിവിങ്. സിയ എങ്ങനെയുണ്ട്? വിഷമമുണ്ടോ? എന്താ ഹാപ്പിയാ? പോയില്ലയോ? നമുക്ക് വേറൊരു ദിവസം പുള്ളി പോവാം. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, ഇങ്ങനെ നോക്ക്. സോ ഇതാണ് എക്സിറ്റ്. നമ്മൾ ശരിക്കും ഇവിടുത്തെ സമയം ഒരു 12 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ, അതായത് നാട്ടിലെ ടൈം ഏകദേശം 2:30 ഇവിടുന്ന് എക്സിറ്റ് ആയ സമയത്ത്. സോ നമ്മൾ എക്സിറ്റായി കാറിൽ പോകുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ ശരിക്കും എക്സിറ്റ് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഇവിടെ ഒരു വേറൊരു കാഴ്ച വന്നു. കിടില സ്ക്രീൻ. ഇതൊരു അക്വേറിയാണ്. ശരിക്കും നമ്മൾ രാത്രി ചെയ്തുകൊണ്ട് കാണാത്തതാണ്. സോ ആ നേരെ കാണുന്നത് ശരിക്കും അക്വേറിയാണ്. എത്രത്തോളം കാണാമെന്നറിയില്ല. ഇപ്പം ലൈറ്റില്ല. അതേപോലെ ഇവിടെ പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി. സോ നമ്മൾ MSC യൂറോപ്പയുടെ ഒരു ഫുള്ളുള്ള ഒരു വീഡിയോസ് എല്ലാം കണ്ട് നമ്മൾ അവിടെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ഷിപ്പിലെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താ ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ കീപ് സപ്പോർട്ടിങ്. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സോ